വാവേനെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങി റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ കരുനാപ്പള്ളിയിൽ നിന്ന് പപ്പയും മമ്മി വരണം, പിന്നെ ഏട്ടൻ റെഡി ആവണം. ഇപ്പം 7:45 ആയി. 8 o'clock ആകുമ്പോഴാണ് അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞത്. നമ്മൾ എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ കരുനാപ്പള്ളിയിൽ നിന്ന് പപ്പയും മമ്മിയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പനയം ദേവി ടെമ്പിളിൽ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അത് നമ്മൾ വീട്ടിൻ്റെ ജസ്റ്റ് കുറച്ച് പോയാൽ മതി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി. അവർ 8 മണിക്ക് ചെന്ന് ടോക്കൺ എടുക്കാനായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. നമ്മൾ ടോക്കൺ എടുത്തു. അപ്പം നമുക്ക് കിട്ടിയ നമ്പർ 71 ആണ്. അപ്പോൾ രാവിലെ തന്നെ അവിടെ ഈ വിദ്യാരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പേരൻസ് തന്നെ ആണല്ലോ എഴുതുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്നവർക്ക് അവിടെ ഒരു എൻഡിലായിട്ട് അവർ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്ക് അവർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പം ഒരു സ്വർണ്ണ താലി പോലൊരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ നാക്കിൽ ആദ്യമേ ഒന്ന് തൊട്ട് കൊടുക്കണം. അപ്പം അതിൻ്റെ ട്രിക്ക് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. കാരണം അവനാണെങ്കിൽ കരയുന്നില്ലെങ്കിലും ഈ മൊത്തത്തിൽ ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആൾക്കൊരു ഇതായി, ഇതെന്താണ് സംഭവം, ഇതെന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത് അങ്ങനെ. പിന്നെ പൊതുവേ അവൻ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛ എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തേനൊന്ന് വായിലോട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ആൾ കുറച്ച് ഓക്കെയായി. ഇതങ്ങനെ പ്രശ്നമുള്ള പരിപാടിയൊന്നും അല്ല എന്നവന് മനസ്സിലായി. എന്നാലും കുറച്ച് കയ്യിലോട്ട് വരാനൊരു പാടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഈ ഹരിശ്രീ എഴുതുന്നതിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് തന്നെ അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, വാവേ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോവും, എന്നിട്ട് നമ്മളിങ്ങനെ അരിയിലിങ്ങനെ ഹരി എന്നൊക്കെ എഴുതും. അപ്പോൾ അവനറിയാം അത് പ്രൊണൗൺസ് ചെയ്യാൻ, ഇങ്ങനെ ഹരി ഇങ്ങനെയൊക്കെ പറയും അവൻ. അപ്പം നമ്മളതിങ്ങനെ എഴുതിയപ്പോഴത്തേക്കും അവൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പോകാൻ നേരത്തെ മഞ്ചും ഒക്കെ കിട്ടിയപ്പോഴത്തേക്ക് ആൾ പിന്നെ ഡബിൾ ഹാപ്പിയായി. പിന്നെ പോകാൻ നേരത്ത് അവിടെ നിന്ന് അങ്കിളിൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ആൾ വന്നത്. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്ക് വേണ്ടിയിട്ട് അവർ പാല്, പായസം അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ്സിൽ തന്നത് പാലാണ്. അപ്പം അവന് കുടിക്കണം എന്നുണ്ട്, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം ചൂടായപ്പോഴത്തേക്ക് ആൾ വേണ്ട എന്നുള്ളൊരിതായിരുന്നു. പിന്നെ പായസം ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ഒരു മിനിറ്റ് പോലും നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പായി നമുക്കവിടെ ഐമോൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തു. അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തായിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ പപ്പയും മമ്മി അവിടുന്ന് കരുനാപ്പള്ളിയിൽ പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും വന്നു. അതായിരുന്നു നമ്മൾ മൊത്തത്തിലുള്ളൊരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ബലൂണൊക്കെ കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീട്ടിൽ വന്ന് അതൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ കുറേ നേരം നിന്നു. അപ്പം ഇതൊക്കെയായിരുന്നു വിശേഷം. ഹലോ ഗായ്സ്, അപ്പോൾ വാവയുടെ എഴുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി. അടിപൊളിയായിരുന്നു, നന്നായിട്ട് എല്ലാം നമുക്ക് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ വാവയ്ക്ക് അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ഗിഫ്റ്റിനകത്തൊക്കെയെന്ന്. ഒരു കളറിങ് ബുക്കുണ്ട്. പിന്നെ മറ്റേ നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈപ്പുണ്ട്. പിന്നെ നേരത്തെ നിങ്ങൾ കണ്ട ബലൂൺ അതൊക്കെ കിട്ടിയതാണ്. അങ്ങനെ പിന്നെ എന്താണ്, പിന്നെ മഞ്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നല്ലോ. അപ്പം അവർ കരയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ചും കാര്യങ്ങളൊക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ അതിൻ്റെ കൂടെ തന്നെ ക്രയോണൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല ഒരു രീതിയിലായിരുന്നു അവിടെ അമ്പലത്തിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫോട്ടോസൊക്കെ കാണൂ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ബൈ.